ബി.ജെ.പി. നേതാവ് അണ്ണാമലെ ബി.ജെ.പി. വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാകുന്നത്. എന്നാൽ 2 ദിവസം വരെ ഒന്ന് ശ്രമിക്കുക, അതിനുശേഷം കൃത്യമായ ഒരു മറുപടി നൽകാമെന്നാണ് അണ്ണാമലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അണ്ണാമലെ അതെല്ലാം തള്ളിക്കളയുന്നുണ്ട്. കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകുന്ന സ്ഥിതിക്ക് അണ്ണാമലയ്ക്ക് ഒരു MP സ്ഥാനം കൂടാതെ കേന്ദ്ര സഹമന്ത്രി പദവി കിട്ടുമോ എന്നൊരു ചർച്ചകളും മറുവശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ ഡൽഹിയിൽ തുടരുന്ന അണ്ണാമലെ ബി.ജെ.പി. ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അണ്ണാമലെ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നതായും വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് അനുസൃതമായ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി എപ്പോഴും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും ഭാവിയിലും അത് തുടരുമെന്നും പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയെന്നാണ് സൂചന. ബി.ജെ.പിയിലെ മറ്റു മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും. അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശനം. അണ്ണാമലയ്ക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ട്. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവായി കാത്തിരിക്കൂ, 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യും എന്നാണ് അണ്ണാമലെ പറഞ്ഞത്. മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലെ 2020-ലാണ് ബി.ജെ.പിയിൽ ചേരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു. 2021 മുതൽ 2025 വരെ സംസ്ഥാന ബി.ജെ.പി. പ്രസിഡന്റായിരുന്ന അദ്ദേഹം സംസ്ഥാന വ്യാപകമായി നിരവധി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും യുവ വോട്ടർമാർക്കും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനും ഇടയിൽ ശക്തമായ പിന്തുണ കെട്ടിപ്പടുക്കുകയും ചെയ്തു. ബി.ജെ.പി. വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്ര ഉത്തരവാദിത്തങ്ങളോ രാജ്യസഭാ സ്ഥാനമോ ഉൾപ്പെടെ ഏതൊരു സ്ഥാനവും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് അണ്ണാമലയുടെ തീരുമാനമെങ്കിലും ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം അതിലൊരു മാറ്റം വരാനാണ് സാധ്യത. തമിഴക വെട്രിക്കഴകം ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നേക്കും എന്നതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം അത് തള്ളിക്കളയുകയാണ്. പകരം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. AIADMKയുമായുള്ള ബി.ജെ.പിയുടെ സഖ്യവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തിന് എതിരല്ല എന്ന് സ്വയം ഉയർത്തിക്കാട്ടാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഈ തീരുമാനത്തിന് കാരണമായതായി കരുതപ്പെടുന്നുണ്ട്. ഇനി ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, അണ്ണാമലെ ഒരു പുതിയൊരു പാർട്ടി, അതായത് വിജയ് രൂപീകരിച്ചതുപോലെ ഒരു പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതിൽ വരുന്ന ഇനി 5 വർഷം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലെ ആ പാർട്ടിയുടെ മെയിൻ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് മത്സരിച്ച് ഇനിയിപ്പോൾ തമിഴ്നാട് വിജയിച്ചു കഴിഞ്ഞാൽ അണ്ണാമലയുടെ ആ പുതിയ പാർട്ടിയും ബി.ജെ.പിയും കൂടെ ഒന്ന് ലയിക്കും എന്നതിലേക്കും നമുക്ക് തള്ളിക്കളയാനാകില്ല. തമിഴ്നാട് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ അണ്ണാമലയുടെ ഫോട്ടോയും നിർഭയ മനസ്സുകൾക്ക് പരിധിയില്ല എന്ന വരികളും ആലേഖനം ചെയ്ത പോസ്റ്ററുകൾ കോയമ്പത്തൂരിലുടനീളം പ്രത്യക്ഷപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവ ചർച്ചകൾ ഇപ്പോൾ ഉടലെടുത്തത്.